ഇനി പി സി ജോർജിന് മറ്റു മാർഗങ്ങളില്ല, സുപ്രീം കോടതി പോകാം, അതേ മാർഗമുള്ളൂ. പക്ഷേ അദ്ദേഹത്തിന് ഒരു ഡിഫൻസ് ഉണ്ടാവും. 19(2) അത് ഭരണഘടനയുടെ കോൺസ്റ്റിറ്റ്യൂഷന്റെ 19(2) പ്രകാരം ഇതൊരു മീഡിയ ട്രയൽ ആണ്. ആ മീഡിയ ട്രയലിൽ ആണ് ഇത് പരാമർശിച്ചിരിക്കുന്നത്. അതുകൊണ്ട് മീഡിയയ്ക്ക്, ഫോർത്ത് എസ്റ്റേറ്റ് എന്ന് പറയുന്ന മീഡിയയ്ക്ക് അവരുടെ ചർച്ചകളിൽ അത് ചില ചോദ്യങ്ങൾക്കും ചില സാഹചര്യത്തിലും പറയുന്ന ഉത്തരവാണ്. അതുകൊണ്ട് അത് മതവിദ്വേഷമായിട്ട് കണക്കാക്കാൻ പാടില്ല എന്നുള്ള വാദഗതിയാണ് മീഡിയയുടെ കാര്യത്തിൽ, അല്ലെങ്കിൽ കോൺസ്റ്റിറ്റ്യൂഷൻ 19(2) പ്രകാരം നടത്തുന്ന ചില പരാമർശങ്ങൾ. എന്നാൽ ഇതൊക്കെ വളരെ വിശദമായിട്ട് സുപ്രീം കോടതിയിലേക്ക് ഇനി അത് ഒബ്സർവ് ചെയ്യും എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഇവിടെ ജാമ്യം ലഭിച്ചിട്ടില്ല. ഇവിടുത്തെ ഡിവിഷൻ ബെഞ്ചിലും പോകാം, ഇനി സുപ്രീം കോടതിയിലും പോകാം. അതേ ഇനി പി സി ജോർജിന് അത് ഓപ്ഷൻ ഉള്ളൂ. ഒറ്റ അദ്ദേഹത്തിന്റെ ഡിഫൻസ് 19(2) കോൺസ്റ്റിറ്റ്യൂഷൻ പ്രകാരം മാത്രമേ ഉള്ളൂ. ബാക്കി പറഞ്ഞ കാര്യങ്ങൾ അദ്ദേഹം ക്ഷമ പറഞ്ഞെങ്കിലും ആ ക്ഷമയ്ക്ക് യാതൊരു വിലയും കൊടുക്കാൻ പാടില്ല. പല കേസ് 4 കേസിന് മുമ്പിൽ അദ്ദേഹം ക്ഷമ പറഞ്ഞ് രക്ഷപ്പെട്ടു പോയി. അന്നേരത്തെ കണ്ടീഷൻ, ആ ജാമ്യം കൊടുത്ത ആ 4 കേസിന്റെ കണ്ടീഷൻ, മേലാ താൻ ഇത് ആവർത്തിക്കില്ല എന്നുള്ള കോടതിയിലെ കൊടുത്ത ഉറപ്പിന്റെ പുറത്താണ് ജാമ്യം കൊടുത്തത്. ഇപ്പോൾ അത് വീണ്ടും വയലേറ്റ് ചെയ്തിരിക്കുന്നു എന്നാണ് പരാതിക്കാർ പറയുന്നത്. അതുകൊണ്ടാണ് ഗവൺമെന്റ് ഭാഗത്തുള്ള പ്രോസിക്യൂട്ടർ അതിശക്തമായി ഇത് എതിർക്കും, ജാമ്യം കൊടുക്കാനേ പാടില്ല. ഏതായാലും പി സി ജോർജ് ഇപ്പം ആകെ വീട്ടിലായിരിക്കുകയാണ്. അദ്ദേഹത്തിന് ഇനി ജാമ്യത്തിന് ഒന്നെങ്കിൽ ഡിവിഷൻ ബെഞ്ച് കൊടുക്കാൻ പറ്റുമെങ്കിൽ അവിടെ കൊടുക്കണം, അല്ലെങ്കിൽ സുപ്രീം കോടതി പോകേണ്ടിയിരിക്കുന്നു. അദ്ദേഹം MLA സ്ഥാനത്ത് നിന്ന് അദ്ദേഹം തോറ്റതിന് ശേഷം അദ്ദേഹം BJP-യിലേക്ക് പോവുകയും ഇപ്പം BJP-യുടെ വക്താവായിട്ടാണ് കേരളത്തിൽ അറിയപ്പെടുന്നത്. അദ്ദേഹത്തിൻ്റെ മകൻ ഷോൺ ജോർജും BJP-യുടെ വക്താവാണ്. അതുകൊണ്ട് ഈ ഒരു കേസിനെ സംബന്ധിച്ചിടത്തോളം അടുത്ത ഓപ്ഷൻ അത് സുപ്രീം കോടതി മാത്രമേ ഉള്ളൂ. അങ്ങനെയെങ്കിൽ അവിടുന്ന് ജാമ്യം കിട്ടാനുള്ള ഒരു സാധ്യത 19(2) ഭരണഘടന ട്രയൽ ബൈ മീഡിയ എന്ന ഇതിൽ വരുമെങ്കിൽ ചിലപ്പോൾ അദ്ദേഹത്തിന് ജാമ്യം ലഭിക്കാനുള്ള സാധ്യത കാണുന്നുണ്ട്.